അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മണ്ണിൻ്റെ കിനാവുകൾ എന്ന പി മധുസൂദനൻ്റെ കവിതയുടെ ആദ്യത്തെ 3 ഖണ്ഡികയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നത്. പല തരത്തിലുള്ള മണ്ണിലുണ്ടായിരിക്കുന്ന പല നിറത്തിലുള്ള പൂക്കളും അവയുടെ വിശേഷണങ്ങളും അവയുടെ സൗന്ദര്യത്തെയൊക്കെ കുറിച്ച് വിശദീകരിച്ചിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജീവ് വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, മുക്കുറ്റിയെക്കുറിച്ചും തുമ്പപ്പൂവിനെക്കുറിച്ചും ജമന്തിയെക്കുറിച്ചും വേലിയിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ നിറമുള്ള കോളാമ്പി പൂക്കളെക്കുറിച്ചും പിന്നെ സുഗന്ധം പൊഴിക്കുന്ന പനിനീർ പൂവിനെക്കുറിച്ചും രാജമുദ്രയണിഞ്ഞ ചുവന്ന പൂക്കളെക്കുറിച്ചും പിന്നെ മുല്ലപ്പൂവിനെക്കുറിച്ചും എന്ന് വേണ്ട ചെറിയ വാടാമല്ലി, ഭൂമിക്ക് ചാർത്തിയ പൊട്ടുപോലെയുള്ള തൂമയേറിയ വാടാമല്ലിപ്പൂക്കളെക്കുറിച്ചൊക്കെ കവി വിവരിക്കുകയുണ്ടായി. ഇനി കവിതയുടെ അടുത്ത ഭാഗം നമുക്കൊന്ന് നോക്കാം. പൂക്കളെത്രയോ പൂക്കളീ ഭൂമിയിൽ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതു ഇരുട്ടിലും മന്ദഹസിപ്പവർ. അപ്പോൾ കഴിഞ്ഞ വരികളിലൊക്കെ പറഞ്ഞത് കൂടാതെ ഇനിയും ഒരുപാട് പൂക്കളുണ്ട്. ആ പൂക്കളുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും വിശേഷണങ്ങളാണ്. പൂക്കളെത്രയോ പൂക്കളീ ഭൂമിയിൽ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. അപ്പം എന്താ, ഈ പറഞ്ഞ പൂക്കൾ മാത്രമല്ല, ഒരുപാട് പൂക്കൾ ഇനിയും വേറെ ഭൂമിയിലുണ്ട്. ശരിയാണ്, നമുക്കറിയാവുന്ന കുറച്ച് പൂക്കളെ. അത് കൂടാതെ ഇവയെ മക്കളായിട്ട് സ്നേഹിക്കാനും ലാളിക്കാനും ഉതകുന്ന മക്കളായിട്ടാണ് നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ ഈ ഭൂമി പൂക്കളെ കരുതിയിരിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെയാണല്ലേ. പൂക്കളെന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ട് അല്ലെങ്കിൽ ഒരു പാകി കിളിച്ച് ആ ചെടി കിളിച്ച് വന്ന് അതിലൊരു മുട്ടുണ്ടായി അതിൽ ആ പൂവൊന്ന് വിരിഞ്ഞ് അതിങ്ങനെ വിരിഞ്ഞ് വിലസി നിൽക്കുമ്പോഴത്തേക്കും നമ്മളിലുണ്ടാകുന്ന ഒരു അഭിമാനം ഒന്ന് വേറെ തന്നെയാണ്. അത് കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. അവർ നട്ട ഒരു ചെടിയിൽ പൂവുണ്ടാകുമ്പോഴത്തേക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ ഇപ്പം നമ്മുടെ പുതിയ ആധുനിക പഠന സമ്പ്രദായത്തിലൂടെ വിത്ത് മുളപ്പിക്കലും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് സ്കൂളിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ വീട്ടിൽ ചെയ്യുമ്പോഴും ആ വിത്ത് മുളച്ച് അതിൽ ഒരു കായ ഉണ്ടായി വരുന്നിടം വരെ കുട്ടികളുടെ ആ ഒരു ആകാംക്ഷ, അതുപോലെ മരങ്ങൾ നട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ തൈ നട്ടിട്ട് അതിൽ പുതിയ ഇലകൾ വരുമ്പോഴുള്ള സന്തോഷം, ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പൂക്കൾ എന്തൊക്കെ ടൈപ്പിലുള്ള പൂക്കൾ പറയുന്നു. നീലവാനം മിഴികളിലുള്ളവർ, നല്ല തെളിഞ്ഞ ഇളം നീള നിറത്തിലുള്ള പൂക്കൾ, നീർക്കണങ്ങളാൽ മാല ചേർത്ത്, ഇതെല്ലാം പൂക്കളുടെ വിശേഷണമാണ്. പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടെന്ന് പറയുകയാണ് ഇവിടെ. അതുപോലെ എത്ര ചൂട് വന്നാലും വാടാത്ത പൂക്കൾ, വാടാതെ ഒരുപാട് നാൾ നിൽക്കുന്ന പൂക്കൾ. അതുപോലെ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വാടാതെ നിൽക്കുക എന്ന് പറയുന്നത് രാത്രിയും പകലും ഒരുപോലെ നിൽക്കുക. രാത്രിയിലും വിരിഞ്ഞ് പൂക്കൾ മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ പൂക്കൾ പൂർണ്ണമായിട്ട് വിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കവി ഉദ്ദേശിക്കുന്നത് അതാണ്. ഏത് ഇരുട്ടിലും മന്ദഹസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ, ഏത് ഇരുട്ടത്തും തെളിഞ്ഞു കാണുന്നവർ എന്ന് മാത്രമല്ല, അതിന് മറ്റൊരർത്ഥമുണ്ട്. ഇവിടെ ഇരുട്ട് എന്നുള്ളതിന് ദുഃഖം എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം, അല്ലേ, പറയാം. ആ ഇരുട്ടിലും മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണത്. ദുഃഖത്തിലും ചിരിക്കുന്നവർ എന്നുള്ളത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ മനുഷ്യൻ്റെതായ ഒരു ഭാവവും ആ വരികളിൽ വരുന്നുണ്ട്. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ആ ചൂടെന്ന് പറയുന്നത് പ്രതിസന്ധികളെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അഭിമുഖീകരിക്കേണ്ട പല സങ്കടങ്ങൾ അല്ലെങ്കിൽ പല ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ തളരാതെ നേരിടുന്നവർ, അവിടെ അങ്ങനെയും നമുക്ക് പറയാം. അതേപോലെ തന്നെയാണ് ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, സങ്കടത്തിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ, എല്ലാം ഉള്ളിലൊതുക്കി ആ ചിരി മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതേപോലെയാണ് പൂക്കളും എന്ന് കവി അവിടെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ വിരിയുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിലനിൽക്കുക എന്നുള്ളതും കൂടിയാണ് മണ്ണിൻ്റെ സ്വപ്നം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാം വേണം, സൗന്ദര്യവും വേണം, സൗന്ദര്യമില്ലായ്മയും വേണം, സുഖദുഃഖങ്ങളെല്ലാം വേണം,
സങ്കടവും സന്തോഷവും എല്ലാം വേണം ജീവിതത്തിൽ, ഇതെല്ലാം ചേർന്നാണ് ജീവിതം എന്നുകൂടി പി മധുസൂദനൻ അവിടെ പറയുന്നുണ്ട്. അതാണ് ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ എന്ന ആ 2 വരികളുടെ അർത്ഥം. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. ഈ മണ്ണിൻ്റെ കിനാവാണ് പൂക്കൾ. പൂക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. അപ്പം മണ്ണിന് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അങ്ങനെ ആയിരിക്കില്ലല്ലോ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. ഒരു ദുഃഖത്തിൻ്റെ സുഖം, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നെഗറ്റീവ് വന്നിരിക്കും. ആ നെഗറ്റീവ് ഇല്ലെങ്കിൽ പോസിറ്റീവിന് വിലയുണ്ടാവില്ല, പോസിറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവിന് വിലയിടിവും ഉണ്ടാവില്ല. കൂട്ടുകാരെ, പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. താങ്ക് യു.